പുള്ളിക്കാരൻ അത് സീരിയസ് ആയിട്ട് പിടിച്ച് അതിൽ തൂങ്ങിയിരുന്ന മോന്ത കണ്ടില്ലേ? നീ പറയുന്ന കൊണ കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാൻ ഞാൻ നിന്റെ തന്തയൊന്നും അല്ല. അയ്യോ അമ്പൂട് മോൻ കൊണയടിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പൊ മോന്റെ വിചാരം എന്തുവായിരുന്നു? നാട്ടുകാർ മൊത്തം അത് കണ്ടോണ്ട് മിണ്ടായിരിക്കാൻ നിന്റെ തന്തയാണോ? അത് കണ്ടറിയാതെ അത് ആരുടെ തൂറി ഏതാണ്ട് കൊണയാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസ്കോർഡ് റിയാക്ഷൻ. നിങ്ങളെല്ലാവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ അയച്ചു തന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ നേരം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസ്കോർഡ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തവരാതോ അതിനകത്ത് ഇടാം. ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതിനകത്ത് കയറി അങ്ങോട്ട് ജോയിൻ ആവുക. അതിനകത്ത് പോസ്റ്റ് ചെയ്യാറെന്ന് പറഞ്ഞെടുത്ത് എന്തവരാതം പോസ്റ്റ് ചെയ്യാൻ ഞാൻ റിയാക്ട് ചെയ്യും. 10,000 പേരുണ്ട് അതിനകത്ത്. മൂടുപോയി നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. എന്റെ ഇത്രയും നാളത്തെ യൂട്യൂബിന്റെ ഇടയിൽ ഇതുപോലൊരു അപരാധിയെ ഞാൻ കണ്ടിട്ടില്ല. കുറ്റം പറഞ്ഞു സ്വന്തം അനിയത്തി അമ്മ വരെ കുറ്റം പറഞ്ഞു. എന്താ ഇപ്പൊ ചെയ്യണ്ടോ? ലൈറ്റ് വരെ നിന്ന് പോയി. അവന്റെ കാര്യം പറഞ്ഞപ്പോ ലൈറ്റ് വരെ ഓഫായി പോയി. ഇവിടുന്ന് ആണ്ട പോയി, അത് അടിച്ചു പോയി. അതാവൻ ഞാൻ പറഞ്ഞത് അവന്റെ വീഡിയോ ഇടണ്ടെന്ന്. എന്താണ് ഇവന്റെ പ്രശ്നം? ഇതെന്ത് കാണിക്കുന്നത്? കോമാളിത്തര കാണിക്കുമ്പോഴെങ്കിലും കുറച്ച് മെനയായിട്ട് കാണിക്കണം മിസ്റ്റർ. ഇതെനിക്ക് ഒന്നുകൂടെ കാണണം. കൊള്ളാം, മികച്ചതായിരുന്നു. അത് ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന സത്യമായിട്ട് അയ്യോ ഭയങ്കര കഴിവാ. എന്തുവാ? കോപ്പിറൈറ്റ് കിട്ടും. അതിന്റെ ഇടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല കണ്ടോ. കുറെ നാളായി ജിമ്മിൽ പോയിട്ട്. ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് നിർത്തിയേക്കുവാ. തുടങ്ങും ഞാൻ. എന്തിനാടാ ഇതൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരുന്നത്? നീയൊക്കെ സമാധാനമായിട്ടിരുന്ന് കഴിക്കരുതോ? ഇതൊക്കെ എന്തിനാ എന്നെ കാണിക്കുന്നത്? അവർക്ക് ഇരുന്ന് ആടി ചവയ്ക്കുന്ന പോലെ ചവയ്ക്കുന്ന എനിക്ക് എടുത്ത് അയച്ചു തരുവാ. തൊഴിലില്ലായ്മയുടെ അവസ്ഥ ഒന്ന് അടിച്ചു നോക്കി. ഇത് ചിന്തിച്ച് ആ വീഡിയോ അങ്ങോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് കയറ്റി എന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുവോ കൂട്ടത്തോടെ 4 യുവാക്കൾ. അടുത്ത ഇനി ഇതെന്തൊരു അപരാധം വന്ന ഇത് അപരാധം തന്നെ. വായി തെറി വരുന്നതിന് മുമ്പ് ഏത്തക്കാപ്പേരി എടുത്ത് ചവയ്ക്കാം. എന്താടി ബ്രഷിൽ ജാമൊക്കെ തേച്ചിട്ട് എങ്ങോട്ട് ജാമൊക്കെ തേച്ച് ആരെങ്കിലും പല്ല് തേക്കോ? ഇത് പേസ്റ്റ് ആടാ പൊട്ട. എന്നാ സ്ക്രിപ്റ്റിംഗ് അല്ലേ വീഡിയോയുടെ? അപാര സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും മച്ചാന്റെ വീഡിയോക്ക്. ഇതൊന്നും ഇറങ്ങേണ്ട റീൽസിലല്ല, ഐമാക്സിൽ ഇറക്കണം. അപ്പോഴേ എല്ലാവർക്കും കൂടെ ഒരു കൂട്ടമായിട്ട് ഒത്തുകൂടി തൂറി കയ്യിലെടുത്ത് എറിയാൻ പറ്റത്തുള്ളൂ. അല്ലെ ഇത് ഓരോരുത്തരെ വീട്ടിൽ ചെയ്ത് ഇൻഡിവിജ്വൽ ആയിട്ട് എറിയേണ്ടി വരും റീലിൽ കാണുമ്പോ. എന്തെടുക്കാൻ പോണ്? അഴയ തുണി വിരിക്കാൻ പോണ? എന്തു അടിച്ചു? എന്താണ് അയച്ചു നിനക്ക്? അഴയില്ലാതെ പിന്നെ നിന്റെ തലയിൽ വിരിക്കാൻ പറ്റുമോ? അയ്യോ അടക്കല്ലേ. ഇറങ്ങിയതേ. നിനക്ക് ബോളുണ്ടാടി. വണ്ടി കയറിയാണോ ഡോർ അടയ്ക്കുന്നത്? ഞാൻ ആദ്യം പുറത്തോട്ട് വന്നേ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്തിനാ വട്ടാണ്? എടി നിക്ക്. നീ ഐസ്ക്രീം ഫ്രിഡ്ജ് വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എന്തെടുക്കുവാടി? ഈ കണ്ണാടിന് മുമ്പിൽ നിന്നാണ് മുടി ഇരുന്ന? അങ്ങനെ ഇങ്ങോട്ട് മാറിയിരിക്കും. നിന്റെ ഉണ്ടക്കണ്ണ് നോക്കിയാ മുടി ചെയ്യുക. ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നു. അവന്റെ തന്നെ അനിയത്തി പറയുന്നു അവന് സ്വന്തമായിട്ട് പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാന്ന്. ഞാൻ അന്നേ പറഞ്ഞ എല്ലാരോടും. ഇതെന്തുവാ? ഇങ്ങനെയുള്ള പിള്ളേരെ അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തൊന്നും വേണ്ട. ഇങ്ങനെയുള്ള പിള്ളേരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. ഞാനും ഇങ്ങനത്തെ ഒരു പയ്യനായിരുന്നു. നമ്മൾ രാവിലെ സ്കൂളിൽ ബാഗുമായിട്ടൊക്കെ പോകും. പക്ഷെ ബാഗിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് വെള്ളം ഒന്നും കൊണ്ടുപോകാൻ സമയമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെ മുന്നിൽ ചെന്ന് വെള്ളം 10ാം ക്ലാസ് കഴിഞ്ഞേ പിന്നെ സ്കൂളിൽ ഞാൻ കൊണ്ടുപോകാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ബുക്ക്, പുസ്തകം, പേന, ചോറ്, വെള്ളം. ഇത്ര സാധനം വല്ലോന്റെ ആയിരിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത്. ഗേൾസ്, ഐ വണ്ടർ വൈ വി ലീവ് ലോങ്ങർ ദാൻ ബോയ്സ്. ബോയ്സ് സ്റ്റോപ്പ് ദൻ ഓർഗൻസ് ടു സെൽ ടു ബൈ എ ഗെയിമിംഗ് PC. ഞാനും അതിനോട് യോജിക്കുന്നു. ഒരു കിഡ്നിയൊക്കെ പോയാലും അത്രയും കാലം നല്ല ബലേ പേശായിട്ട് ജീവിക്കാമല്ലോ. അതിലിപ്പോൾ 2 കിഡ്നി താങ്ങി പിടിച്ചോണ്ട് ഒരു സന്തോഷമില്ലാതെ നടക്കുന്നതിൽ നല്ല ഒരു കിഡ്നിയും താങ്ങി പിടിച്ചോണ്ട് സന്തോഷമായിട്ട് നടക്കുന്നത്. തൊലഞ്ഞ് നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ഒട്ടുമിക്കവരുടെയും അച്ഛന്മാരോ അമ്മമാരോ അങ്കിൾമാരോ ആന്റിമാരോ പറഞ്ഞ് കേട്ട് മടുത്തിട്ടുള്ളൊരു ക്ലീശ ഡയലോഗായിരിക്കും അതൊക്കെ ഞങ്ങളുടെ കാലത്ത്. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ഹിസ്റ്റോറിക്
ആയിട്ടുള്ള ഇവന്റ്സ് വിറ്റ്നസ് ചെയ്തേക്കുന്ന നമ്മളല്ലാതെ വേറെ ഏത് ജനറേഷൻ ഉണ്ട്? ഉറപ്പായിട്ടും സത്യം നമ്മുടെ ജനറേഷൻ ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്തത് പ്രളയം വന്ന് കുനിച്ചു നിർത്തി കൊറോണ വന്ന് അടിയോടടിയായിരുന്നു. എന്തൊക്കെ അടിയാ കിട്ടിയ? യുദ്ധം വന്നൊരടി, കൊറോണ വന്നൊരടി, നിപ്പ ചെറുതായിട്ട് വന്നൊരടി, മഴ പെയ്യുന്ന സമയം മാത്രം നോക്കി ഇന്ന് കുറെ ഡാമുകൾ വരും, അടിയോടടിയാ. പിന്നെ ഇപ്പൊ കൊറോണയ്ക്ക് പിന്നെ മൂടായെന്നാ കേട്ടത്. എണ്ണം ഈ മാസത്തിൽ 273 അടിയണം കൂടെ കുറേ ഉള്ളൂ. എന്ത് ബ്ലാക്ക് ബെൽ നോക്കൗട്ട് സ്കില്ലോ? അത് ശരി. അപ്പൊ ഉടക്കാൻ വരാൻ നേരം ഞാൻ അവന് വായി കൊടുക്കണം. കണ്ടവന്റെ ഒക്കെ വായി കൈയിടാനായിട്ട് നടക്കണല്ലോ ദൈവമേ. എന്തോ പറഞ്ഞു ഒരു മിനിറ്റ്. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ പണിദോഷനെ കൊണ്ട് സൂപ്പർ കൊണ്ട് തന്നെയാണ് ബൂട്ട്സ് എന്താണ് അണ്ണൻ ഒരു 8 മണി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഞരമ്പെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. വെരിക്കോസ് വെയിൻ. ഇത് കാരണം എനിക്കിപ്പോ ഇൻസ്റ്റാഗ്രാം തുറക്കാം. എന്റെ ദൈവമേ എവിടുന്നാന്ന് അറിയത്തില്ല. രേണുസുതി എങ്ങനെയൊക്കെയോ വന്ന് എല്ലാവരുടെ ഫോണിനകത്ത് തലയിടുക. കൊണ്ടുവന്നല്ലേ എന്റെ ചേട്ടനെ തീർത്തവന് തീർക്കാറ്. ഈ ഡെഡ് ബോഡി അടക്കത്തുമില്ല. ലോകത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, പക്ഷെ ആൽബം ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോ അവരുടെ യൂണിവേഴ്സിറ്റി ഇറങ്ങി കാണും, ഇവിടെ ഇറങ്ങിയില്ല എന്തായാലും. നാണം ഉണ്ടോ നാറുകളെ നിനക്കൊക്കെ? ക്യാമറമാന്റെ കാലയിലോട്ടാ തുപ്പിയത്. ഇത് കാരണം ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യ ഒരു തരത്തി. റിയൽ വോയിസ് ഓഫ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ വോയിസ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. സത്യമായിട്ടും അത് കേൾക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. വേറെ എന്റെ വീട്ടിൽ വന്ന എന്റെ മോളത്തെ മുറിയിൽ താമസിച്ച് മാസ്റ്റുബേറ്റ് ചെയ്യാൻ അവിടെ പരിപാടി. പെരേര ആറാട്ടണ്ണന്റെ വീട്ടിൽ നിന്ന് വാള ഒടിച്ചത് ശരിയായില്ല. അതിന് പെരേര ബാധ്യസ്ഥനാണ്, അതിനെ പറ്റി സംസാരിക്കണം. പക്ഷെ പെരേരയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കേണ്ടത് ആറാട്ടണ്ണന്റെ ഉത്തരവാദിത്തമാണ്. അണ്ണനത് ക്ഷമിച്ചു കൊടുക്കേണ്ടിയില്ല. ക്യാമറ കാണുമ്പോ തുള്ളി ചാർന്നോനെ നീ ആരണ്ടാ പേടിപ്പെടുത്തണ? നീ ആരണ്ടാ പേടിപ്പെടുത്തണ? ഇതൊക്കെ മോശമല്ലേ? അവൻ ക്യാമറ കണ്ടാ തുള്ളി ചാടണോ വേണ്ടോ എന്നുള്ള അവന്റെ ഉത്തരവാദിത്വമല്ലേ? അവന് ഇഷ്ടമല്ലെങ്കിൽ അവൻ ഇഷ്ടമല്ല, അത്ര തന്നെ. ഇവനോട് മര്യാദ പറഞ്ഞോ, അവനോട് കേട്ടാ മര്യാദ പറഞ്ഞോ. നിന്നെ എറണാകുളം വെച്ചിട്ട് എവിടുന്നേലും കാണാച്ചാ കാരണം അടിക്കാൻ പൊട്ടിക്കും ഞാൻ. എന്തോ പറഞ്ഞാലും എത്രയൊക്കെ തർക്കിച്ചാലും ഈ കുണ്ണല്ല ഒരു ശല്യം തന്നെ. പക്ഷെ ഇങ്ങനൊന്നും അവരെ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുക. ഞങ്ങൾക്ക് ദുബായിലൊക്കെ പോണം. അപ്പൊ എന്തെങ്കിലും കേസ് മലേഷ്യയിലൊക്കെ പോണം. ഇവിടെ എങ്ങും കിടന്ന് പോക്കിരിത്തരം കാണിച്ചിട്ട് പോരാ, ഇനി മലേഷ്യക്ക് പോണമെന്ന്. നമ്മൾ കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഒക്കെ പോകുമ്പോൾ അവിടെ കുറെ പിഴച്ച പിള്ളേർ ഓടി നടപ്പുണ്ടായിരിക്കും. അവന്മാരെ പോലെ യവന്മാര് തിയേറ്ററിൽ കിടന്ന് ഓടി നടക്കുന്നത്. 5 വയസ്സുള്ള പിള്ളേരെ പോലെ അവിടെ എല്ലാവരുടെ ചുറ്റിനും കിടന്ന് ഓടി നടക്കുന്ന ടീംസാ. മലേഷ്യ ചെന്നിട്ട് ആരേലും ഇവന്റെ പാസ്പോർട്ട് കീറി കളഞ്ഞാൽ മതിയായിരുന്നു. ഓ ബംഗാളി റീൽസ് ഇതിലും വന്നു തുടങ്ങി. ഇതാ നമ്മളോട് നമ്മുടെ മമ്മി പണ്ട് പറഞ്ഞു തന്നത്. ഈ അങ്കിളുമാരൊക്കെ നമ്മളിങ്ങനെ മുട്ടായി ഒക്കെ കാണിച്ച് വിളിച്ചിട്ട് ഉറുമ്പ് അടിക്കുന്ന വേദന ഉള്ളെന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ ചെയ്യും. അതായി നടക്കുന്നേ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു. പാർട്ടിക്കാരുടെ ബലമൊന്നുമില്ല അവിടുത്തെ. ഞാൻ പറഞ്ഞില്ലേ ഗുണ്ടകളും ഗുണ്ടച്ചികളും നമ്മളെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. നീ എന്നെ തട്ടണ്ട. ഗുണ്ടച്ചി എന്ന് പറഞ്ഞപ്പോ തട്ടിയോ നോക്കട്ടെ. നമ്മളെ ഇടിച്ചു. ശരിയാ തട്ടി. കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇച്ചിരി നാണം ഉണ്ടല്ലോ. ഗുണ്ടയും ഗുണ്ടച്ചിയായിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടയും ഗുണ്ടച്ചിയും അല്ലാതെ അവളെ പിന്നെ എന്തൊരവസ്ഥയൊക്കെയാ. അങ്ങനെ പറഞ്ഞപ്പോ എന്താ പ്രശ്നം? ഗുണ്ടി ഗുണ്ടച്ചി എന്ന് പറഞ്ഞിട്ട് എന്ത് വ്യത്യാസം? ഗുണ്ടച്ചിന്നല്ലേ പറഞ്ഞു, വേറെ ഒന്നല്ല പറഞ്ഞു. അവന്റെ ഒരു കോൺഫിഡൻസ്. ഞാൻ ചെയ്യുന്ന മണ്ടത്തരത്തിനൊക്കെ ഇങ്ങനെ തട്ടാൻ നിന്ന് കഴിഞ്ഞാൽ തട്ടാനേ നേരെ കാണും. സഹോദരിയുടെ പരാതി. യൂട്യൂബർ രോഹിത്തിനെതിരെ കേസ്. റൈഡിംഗ് കേസ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു. ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. നാളെയും കൂടി എനിക്ക് പക്ഷെ അത് ക്യാൻസൽ ആയി. നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റൈഡിംഗ് ഗിയർ ഇട്ട് മീറ്റിംഗ് ക്യാൻസൽ ആക്കി തിരിച്ചു വരും. ഇതെന്തോ സംഭവം? സാമാനത്തെ ഞോണ്ടുന്നു. ആരുടെയാടാ ഇത് സാമാനം? മരത്തിന് ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നതാ? ഇതാ എനിക്ക് ഇഷ്ടം. നീയൊക്കെ ഇടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞപ്പോ ആരും തെറ്റിദ്ധരിക്കണ്ട. തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നീയൊക്കെ ഇട്ട് തരുന്ന വീഡിയോ വലിയ ഇഷ്ടം. ദിസ് ഈസ് ഹൗ എ ട്രൈബ് ഇൻ പാപ്പുവ ന്യൂ ഗിനി കമ്മ്യൂണിക്കേറ്റ്. എന്താടാ ഒരു ട്രാഫിക് 4-5 ആംബുലൻസ് കടന്ന് കിയോ അടിക്കുന്ന പോലെ. ഇതൊക്കെ എന്തുവാ? അത് കണ്ടറിയാതെ അത് ആരുടെ തൂറി മെഴുകിയ സ്ഥലമാണ്. അത് കണ്ടറിയാതെ പുതിയതൊന്നുമല്ല. ഇത് അഭിനയമല്ല.
എന്തിനാണ് ഈ അഴുക്കൊക്കെ ഇട്ട് വന്ന് എനിക്ക് ട്രോമയായി അത് കണ്ടിട്ട്. ഈ വീഡിയോ കഴിച്ചോണ്ടിരുന്ന ആരെങ്കിലും കാണുന്നുണ്ടായിരിക്കുമല്ലോ. നിനക്കൊക്കെ അത് തന്നെ വേണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് തന്നെ അവൻ ഒരു റോസ്റ്റ് വീഡിയോ ഇറക്കിയായിരുന്നു. അതിന് എന്നെ ട്രിഗർ ചെയ്യിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. തള്ള തന്ത ഇതൊക്കെ ഫ്രണ്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ കായികപരമായിട്ട് നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തും. പക്ഷേ ഇത് ഈ വീഡിയോക്കകത്ത് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. വിക്ടിം കളിച്ചിട്ട് കാര്യമില്ല. വിക്ടിം കളിച്ചു. നിനക്ക് എന്താടാ റൂമിനകത്തിരുന്ന് കൊണയടിക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞത്? നീ അവിടെ ഇരുന്ന് എന്നെ കൊണ പറയുന്നത് കൊണയടി തന്നെയല്ലേ? അത് പറഞ്ഞപ്പോ നിനക്ക് മാത്രം എന്താ എത്ര കൊള്ളുന്നത്? പുള്ളിക്കാരൻ അത് സീരിയസ് ആയിട്ട് പിടിച്ച് അതിൽ തൂങ്ങിയിരുന്ന മോന്ത കണ്ടില്ലേ? നീ പറയുന്ന കൊണ കേട്ടിട്ട് ചിരിച്ചോണ്ടിരിക്കാൻ ഞാൻ നിന്റെ തന്തയൊന്നും അല്ല. അയ്യോ അമ്പൂട് മോൻ കൊണയടിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പൊ മോന്റെ വിചാരം എന്തുവായിരുന്നു? നാട്ടുകാർ മൊത്തം അത് കണ്ടോണ്ട് മിണ്ടായിരിക്കാൻ നിന്റെ തന്തയാണോ? എനിക്കൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. ഈ പറഞ്ഞ ട്രോളർ റിയാക്ഷനും ഒന്നും ഇല്ലായിരുന്നു. നീ ഒന്നും ആവത്തുമില്ലായിരുന്നു. ഞാൻ നിന്റെ ആരെങ്കിലും ആയതുകൊണ്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന് ട്രോൾ ഉണ്ടാക്കി റിയാക്ഷൻ ഉണ്ടാക്കി എനിക്ക് റീച്ച് ഉണ്ടാക്കി തന്നത്. നീ പഴം വരെ കഴുകിയിട്ടല്ലേ തൊലിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു A ക്ലാസ് മൊണ്ണ കൺമുമ്പിൽ കിടന്ന് കൊണക്കാൻ നേരം യൂട്യൂബ് അലൗസ് ലിമിറ്റഡ് കോപ്പിറൈറ്റഡ് യൂസ് ഫോർ കമന്ററി, ക്രിറ്റിസിസം, എഡ്യൂക്കേഷൻ ഓർ പാരഡി. എന്ത് വന്നാലും എന്തില്ലെങ്കിലും ഗ്രീൻ ഹൗസ് ഇവിടെ തന്നെ കാണും. സിംപ്ലി ചോദിച്ചു. അത് എല്ലാവർക്കും മനസ്സിലായി. ഗ്രീൻ ഹൗസ് എന്തുണ്ടെങ്കിലും അവശേഷിക്കുന്നില്ല. ചെരുപ്പിന്റെ ഇടയിലെ ചാണകം പോലെ അവിടെ എവിടെയൊക്കെ പറ്റിയിരിക്കും. അന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു ഇവനെ തിരിച്ച് തെറി വിളിക്കായിരുന്നു. എനിക്കറിയായിരുന്നു ഇവനെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊന്നും ഇവന്റെ ഒരിടത്ത് വേശാൻ പോകുന്നില്ല. അന്ധകാലത്ത് 4 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ റോസ്റ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അന്ധകാലത്ത് അതിനുള്ള മെച്യൂരിറ്റി പോലും ഇവനിപ്പോ ഇല്ല. ഏതാണ്ട് കൊണയാ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും ചൂണ്ടയൊക്കെ ആയിട്ട് രണ്ടും അവിടെ തന്നെ ഇരി. എങ്ങാനും കയറി ചൂണ്ടക്കകത്ത് വരുത്താലും. നിങ്ങൾ ഇതുപോലത്തെ റീൽസ് മാത്രമല്ല നിങ്ങളായിട്ട് ഉണ്ടാക്കിയ കൊണകളും എനിക്ക് അയച്ചു തരണം. കൊണ തന്നെ വേണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ ട്രോളാണ് ശരി, നിങ്ങൾ എന്നെ ട്രോൾ ആക്കിയതാണ് ശരി, എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇതിനകത്ത് ഇടണം. നമ്മൾ ഇനി ഈ ഡിസ്കോഡ് സീരീസുമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ഞെക്കണം, മറക്കരുത്.